to Learners Hub. നമ്മൾ ഇന്ന് CMA ഇന്ററിന്റെ FM എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ചെറിയൊരു പോർഷൻ ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കുന്നത്. സോ ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈസെൽഫ് ഋത്തിക് അന്ന മാത്യു. ഞാനായിരിക്കും FM എന്ന് പറയുന്ന സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഹെഡിങ് നോക്കുമ്പോൾ തന്നെ ഇവിടെ രണ്ട് ടേം ആണുള്ളത്, ഫണ്ടും ഫ്ലോയും. ഈ ഫണ്ട് എന്ന് പറയുന്ന ടേം നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് അല്ലേ. ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പൈസ. ഒരു ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ബിസിനസിന്റെ ബ്ലഡ് ഓഫ് ബിസിനസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ട് അല്ലെങ്കിൽ പൈസ ഇല്ലാതെ ബിസിനസിന് മുന്നോട്ട് റൺ ചെയ്യാൻ പറ്റില്ല. ഈ ഫണ്ട് രണ്ട് ടൈപ്പാണുള്ളത്, ഷോർട്ട് ടേം ഫണ്ടും ലോങ് ടേം ഫണ്ടും. ഷോർട്ട് ടേം ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിത്തിൻ 12 months ഒരു നമ്മൾ റേസ് ചെയ്ത് വിത്തിൻ 1 yearനുള്ളിൽ നമ്മൾ തിരിച്ച് പേ ബാക്ക് ചെയ്യേണ്ട ഫണ്ടാണ് ഷോർട്ട് ടേം ഫണ്ട്. അതേസമയം ലോങ് ടേം ഫണ്ട് എന്ന് പറഞ്ഞാൽ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം നമുക്ക് ബിസിനസ്സിൽ യൂസ് ചെയ്യാം. പതുക്കെ ഒരു 2 വർഷം 3 വർഷത്തിനൊക്കെ ശേഷം നമ്മൾ പതുക്കെ റീപേ ചെയ്താൽ മതിയാവും. ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കംപ്ലീറ്റ് ഫോക്കസ് കൊടുക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതും ലോങ് ടേം ഫണ്ടാണ്. ഓക്കെ, ഇവിടെ ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ലോങ് ടേം ഫണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് ടേം ആയിട്ടുള്ള ഫ്ലോ. ഫ്ലോ മീൻസ് മൂവ്മെന്റ്. എവിടെ നിന്നാണ് ഈ ഫണ്ട് വരുന്നത്, ആ ഫണ്ട് എങ്ങോട്ടേക്ക് പോകുന്നു. ഫ്രം വേർ വി കളക്ട് ഫണ്ട് ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ്. അതിനെയാണ് നമ്മൾ ഫ്ലോ ഓഫ് ഫണ്ട് അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. സോ ഫ്ലോ മീൻസ് മൂവ്മെന്റ്. അപ്പൊ ഈ ഫണ്ട് ഫ്ലോയിൽ നമ്മൾ പഠിക്കുന്നത് മൂവ്മെന്റ് ഓഫ് ഫണ്ട്, പൈസയുടെ ഒരു മൂവ്മെന്റിനെ കുറിച്ചാണ്. പക്ഷെ ഇൻ അഡീഷൻ ടു ദാറ്റ് ഈ മൂവ്മെന്റ് കാരണം എങ്ങനെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അത് എഫക്റ്റ് ചെയ്യും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ്സിന്റെ സ്മൂത്ത് ഓപ്പറേഷന്, ഒരു സ്മൂത്ത് ഫ്ലോയിൽ റൺ ചെയ്യാൻ കുറച്ച് മിനിമം എമൗണ്ട് ഓഫ് മണി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയും. ഈ ഫണ്ട് ഫ്ലോ കാരണം നമ്മുടെ ലോങ് ടേം ഫണ്ടിന്റെ യൂട്ടിലൈസേഷനും മൊബിലൈസേഷനും കാരണം എങ്ങനെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ മതി. എനിക്കറിയാം കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, പക്ഷെ പ്രശ്നമില്ല. ഞാനൊരു ഫെർദർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് നല്ല തറവായിട്ടത് മനസ്സിലാവും. ഓക്കെ, ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് ഫണ്ട് ആണ് ആൻഡ് ഹൗ ദിസ് എഫക്ട്സ് വർക്കിംഗ് ക്യാപിറ്റൽ. തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. അടുത്തത് നമ്മൾ നോക്കുന്നത് ഇസ് ഫണ്ട് ഫ്ലോ എ മാൻഡേറ്ററി ഡോക്യുമെന്റ് ടു ബി പ്രിപ്പയർഡ്. ഇപ്പം നമുക്കറിയാം ഒരു ബിസിനസ്സിൽ എന്തായാലും ഒരു കമ്പനി കമ്പൽസറി ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് അല്ല, നോട്ട് മാൻഡേറ്ററി ടു പ്രിപ്പയർ ആണ്. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ആരായിരിക്കും ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ബിസിനസിന്റെ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. വൈ? നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് അറിയാൻ പറ്റും, നെറ്റ് റിസൾട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അതേസമയം ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റും. ആൻഡ് ഓൾസോ ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്തതെന്നും ബാലൻസ് ഷീറ്റിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ റേസ് ചെയ്ത ഫണ്ട് എവിടെയൊക്കെ യൂസ് ചെയ്തു, എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എവിടെ നിന്നേ കിട്ടൂ? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നിന്നേ കിട്ടൂ. ആൻഡ് ഈ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതും നീഡ്ഫുൾ ആയിട്ടുള്ളതും ഇൻവെസ്റ്റേഴ്സിനാണ്. കാരണം ഇൻവെസ്റ്റേഴ്സിന് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അറിയാൻ പറ്റും നമ്മുടെ ബിസിനസ് ഒരു നല്ല പൊസിഷനിലാണോ, സ്റ്റേബിൾ ആണോ, ബിസിനസ്സിന് അവരുടെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർ കടം വാങ്ങിയ സ്ഥലത്ത് നിന്ന് റീപേയ്മെന്റ് നടത്താൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് അറിയാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ദി പേർപ്പസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഒന്ന് വായിച്ചു നോക്കാം. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഗിവ് us only a brief idea about the financial performance and financial position of the business. It is very clear that from balance sheet we will be able to know the sources of capital. Sources of capital എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ബോറോഡ് ഫണ്ട് ഉണ്ട്. ഇതാണ് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. ഏതൊക്കെ സോഴ്സസിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്തു എന്ന് ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. ബട്ട് വി ഡോണ്ട് ഹാവ് ആൻ ഐഡിയ അബൌട്ട് വേർ ദിസ് ഫണ്ട് ഇസ് യൂട്ടിലൈസ്ഡ്.
ബാലൻസ് ഷീറ്റിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഈ ഫണ്ട് എങ്ങോട്ട് പോയി, എവിടെ ഉപയോഗിച്ചു എന്നറിയാൻ പറ്റില്ല. A fund flow statement gives us a clear idea about from where fund is mobilized. എവിടുന്ന് ഫണ്ട് കളക്ട് ചെയ്തു and how it is utilized. In simple terms, it gives us a clear idea about movement of fund. ഇതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്യാം. It gives us a clear idea about movement of fund and how it affects working capital. Clear ആണോ? ഏകദേശം ഒരു ഓവർവ്യൂ കിട്ടിയില്ലേ? നമ്മളപ്പോൾ എന്തൊക്കെ പറഞ്ഞു? എന്താണ് ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞു. ഈ ഫണ്ട് ഫ്ലോയുടെ പേർപ്പസ് എന്താണ്? ഒരു മാൻഡേറ്ററി ഡോക്യുമെന്റ് അല്ല, ഇൻവെസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബിസിനസ്സിൽ നിന്ന് എങ്ങനെ ഫണ്ട് വരുന്നു, ഈ ഫണ്ട് എങ്ങോട്ട് പോയി, അത് എങ്ങനെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യും, ഇത്രയും കാര്യമാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതിന്റെ വർക്കിങ്ങും എല്ലാം ഞാനൊരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എനിക്കൊരു ബിസിനസ് ഉണ്ട്. ഓക്കെ, ഈ ബിസിനസ്സിന് 3 കേസസ് ആണുള്ളത്. ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ് ആൻഡ് തേർഡ് കേസ്. ഫസ്റ്റ് കേസിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ആട്ടോ. ഫസ്റ്റ് കേസിൽ ദിസ് ഇസ് കേസ് 1. നമുക്ക് ലോങ് ടേം ഫണ്ട് ഉണ്ട്. ഓക്കെ, ലോങ് ടേം ഫണ്ട് ഒരു 2 lakh rupees ഉണ്ട്. അതേസമയം ഷോർട്ട് ടേം ഫണ്ടും ഒരു 2 ലക്ഷം രൂപയുണ്ട്. ഈ ലോങ് ടേം ഫണ്ടും ഷോർട്ട് ടേം ഫണ്ടും നമ്മൾ എന്തിനായിരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്? ലോങ് ടേം അസറ്റ് പർച്ചേസ് ചെയ്യാനും ഷോർട്ട് ടേം അസറ്റ് പർച്ചേസ് ചെയ്യാനും. 2 lakh വർത്ത് ഉള്ള ലോങ് ടേം അസറ്റും പർച്ചേസ് ചെയ്തിട്ടുണ്ട്, 2 lakh വർത്ത് ഉള്ള ഷോർട്ട് ടേം അസറ്റ്, ദാറ്റ് ഇസ് ഫിക്സ്ഡ് അസറ്റ് ആൻഡ് കറന്റ് അസറ്റ്. ഓക്കെ, നമ്മുടെ 2 ലക്ഷം രൂപ ലോങ് ടേം ഫണ്ട് ഉണ്ടായിരുന്നു. ഈ 2 ലക്ഷം ഉപയോഗിച്ച് നമ്മളൊരു കുറച്ച് ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്തു ആൻഡ് 2 ലക്ഷം രൂപ ഷോർട്ട് ടേം ഫണ്ട് ഉണ്ടായിരുന്നു. ഈ 2 lakh rupees ഉപയോഗിച്ച് നമ്മൾ കറണ്ട് അസറ്റും പർച്ചേസ് ചെയ്തു. ഇവിടെ പ്രശ്നമൊന്നും വരുന്നില്ല. നമ്മൾ പതുക്കെ എന്ത് ചെയ്യണു? ഈ ഷോർട്ട് ടേം അസറ്റ്, നമ്മുടെ സ്റ്റോക്ക്, റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് ഫിനിഷ് ഗുഡ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ സെല്ല് ചെയ്ത് വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, ഒരു 1 yearനുള്ളിൽ നമ്മൾ അത് വിൽക്കുന്നു, പൈസ റേസ് ചെയ്യുന്നു, ഈ ഫണ്ട് അടച്ചു തീർക്കുന്നു. ആൻഡ് ലോങ് ടേം അസറ്റ് നമുക്കറിയാലോ, പെട്ടെന്ന് അതിൽ നിന്ന് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യില്ല, പതുക്കെ ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ ലോങ് ടേം ഫണ്ട് നമുക്ക് ഇടിപിടി എന്ന് പറഞ്ഞ് ധൃതിക്ക് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, പതുക്കെ സാവധാനം അടച്ചാൽ മതി. അപ്പൊ പതുക്കെ ഈ 2 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നത് പയ്യെ നമ്മൾ ലോങ് ടേം ഫണ്ട് എന്നിട്ട് അടച്ചു തീർക്കും. ക്ലിയർ ആണല്ലോ? സിറ്റുവേഷൻ 1 വളരെ സേഫ് ആണ്, ഒരു പ്രശ്നവും ഇല്ല. 2 ലക്ഷം രൂപ ലോങ് ടേം ഫണ്ട് ഉണ്ടായിരുന്നു, അത് നമ്മൾ ലോങ് ടേം അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആൻഡ് 2 ലക്ഷം രൂപ ഷോർട്ട് ടേം ഫണ്ട് ഉണ്ടായിരുന്നു, അത് നമ്മൾ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. നമുക്ക് യാതൊരു ബാധ്യതയില്ല, യാതൊരു റിസ്ക്കും ഇല്ല. നമുക്കുള്ള ടൈം ഫ്രെയിമിൽ വെച്ച് പതുക്കെ പൈസ കൺവേർട്ട് ചെയ്ത് ലോങ് ടേം ഫണ്ട് അടച്ചു തീർത്താൽ മതി. ആൻഡ് ഷോർട്ട് ടേം അസറ്റ്സ് എത്ര, നമ്മുടെ കറണ്ട് അസറ്റ്സ് എത്രയുണ്ട്? 2 ലക്ഷം രൂപയുടെ ഉള്ളൂ, അത് വിത്തിൻ എ ഇയർ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു, ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. സോ സേഫ് സിനാരിയോ ആണ്. ഇനി സെക്കൻഡ് സിനാരിയോയിൽ നമുക്ക് വേണ്ട അസറ്റിന് യാതൊരു ചേഞ്ചും ഇല്ല. ഫിക്സ്ഡ് അസറ്റ് വർത്ത് 2 lakh ആണ് വേണ്ടത് ആൻഡ് കറണ്ട് അസറ്റ് വർത്ത് 2 lakh വേണം. ഓക്കെ, പക്ഷേ ഫണ്ടിന് ചെറിയൊരു വ്യത്യാസം വന്നു. ഇവിടെ ലോങ് ടേം ഫണ്ട് 3 lakhഉം ഷോർട്ട് ടേം ഫണ്ട് 1 lakhവേ ഉള്ളൂ. ഓക്കെ, ലോങ് ടേം ഫണ്ട് 3 lakhഉം ഷോർട്ട് ടേം ഫണ്ട് 1 lakhവേ ഉള്ളൂ. ഇൻ ടോട്ടൽ നമുക്ക് 4 lakh rupees തന്നെ ഉണ്ട്. 4 lakhന്റെ അസറ്റും പർച്ചേസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു? ഈ ലോങ് ടേം ഫണ്ടിൽ നിന്ന് 2 lakh ഫിക്സ്ഡ് അസറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു, ഒരു പ്രശ്നവുമില്ല. ഇനി പെൻഡിങ് ഒരു 1 lakh rupeesഉം കൂടെ ലോങ് ടേം ഫണ്ടിലുണ്ടല്ലോ, അതവിടെ തൽക്കാലം നിൽക്കട്ടെ. ഇനിയിപ്പോൾ കറണ്ട് അസറ്റ് നമുക്ക് 2 ലക്ഷം രൂപയുടെ കറണ്ട് അസറ്റ് ആണ് വേണ്ടത്. 1 lakh rupees നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു, ഇനി ഒരു 1 lakhഉം കൂടെ വേണം. ആ 1 lakhന് ഇപ്പം എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ലോങ് ടേം ഫണ്ടിൽ നിന്ന് ആ 1 lakhഉം കൂടെ ഇട്ട് 2 lakhന്റെ കറണ്ട് അസറ്റ് പർച്ചേസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ലോങ് ടേം ഫണ്ട് 3 lakh ഉണ്ട്,
അതിൽ നിന്ന് 2 lakh rupees കൊടുത്തിട്ട് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് വാങ്ങി. ആൻഡ് ഷോർട്ട് ടേം ഫണ്ട് നമുക്ക് 1 lakh ഉള്ളൂ. ആ 1 lakh തൽക്കാലം കൊടുത്തിട്ട് ബാക്കി 1 lakh നമ്മൾ എവിടെ നിന്ന് എടുത്തു? ലോങ് ടേം ഫണ്ടിൽ നിന്ന് എടുത്ത് അങ്ങനെ കറണ്ട് അസറ്റും പർച്ചേസ് ചെയ്തു. ഇനി പ്രോസസ്സിലോട്ട് പോവാം. പ്രോസസ്സിലോട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ കറണ്ട് അസറ്റ് സ്റ്റോക്ക് ആണെന്ന് വിചാരിക്കാം. സ്റ്റോക്ക് ഈസിലി നമുക്ക് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കാം. ഓക്കെ, ക്യാഷ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കിട്ടി. ഈ 2 ലക്ഷത്തിൽ നിന്ന് ചാടിക്കയറി നമ്മൾ ഏത് കൊടുക്കണം? നമുക്ക് ഷോർട്ട് ടേം ഫണ്ട് അടയ്ക്കണം. ഷോർട്ട് ടേം ഫണ്ട് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ തിരിച്ചടച്ച് കൊടുക്കാനുള്ള പൈസയാണ്. സോ 1 lakh നമ്മൾ പെട്ടെന്ന് അടച്ചേ പറ്റൂ. ആ 1 lakh നമ്മൾ അടച്ചു. ഇനിയും പെൻഡിങ് നമുക്ക് 1 lakh rupees ഇല്ലേ? rupees 1 lakh ഇനിയും പെൻഡിങ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഈ 1 lakh rupees ഇപ്പൊ നമുക്ക് ലോങ് ടേം ഫണ്ട് അടയ്ക്കാൻ ആവശ്യമുണ്ടോ? ഇല്ല, പതുക്കെ കൊടുത്താൽ മതി, സാവധാനം. ലോങ് ടേം ഫണ്ട് വിത്തിൻ 1 year റീപേ ചെയ്ത് തീർക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല, പതുക്കെ കൊടുത്താൽ മതി. അപ്പൊ നമുക്കിപ്പോൾ അഡീഷണൽ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിനായിട്ട് ഒരു എക്സസ് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മളിപ്പോൾ ഒരു സേഫ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ആൻഡ് ഫിക്സ്ഡ് അസറ്റ് നമുക്ക് എത്രയുണ്ട്? 2 lakh ഉണ്ട്. അതിൽ നിന്ന് പതുക്കെ 2 ലക്ഷം രൂപ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇങ്ങോട്ട് നമ്മൾ തിരിച്ച് റീപേ ചെയ്യും. ഇവിടെ നമുക്ക് കറണ്ട് അസറ്റിൽ നിന്ന് തന്നെ 1 lakh അഡീഷണൽ കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, പതുക്കെ നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ ഒരു ബെറ്റർ പൊസിഷനിലാണ്. പ്രീവിയസ് സിനാരിയോ കാട്ടിലും ഒരു ബെറ്റർ പൊസിഷനിലാണ്. പ്രീവിയസ്ലി എന്താ, നമുക്ക് ആവശ്യമുള്ളത് അപ്പം തന്നെ കൊടുക്കാം, പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ ഒരു ഗുഡ് ബെറ്റർ സിറ്റുവേഷൻ ആണ്. ബിക്കോസ് ഹയർ എമൗണ്ട് ഉണ്ട്. കറണ്ട് അസറ്റ് വിറ്റതിന് ശേഷം കുറച്ച് എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോഴും യൂസ് ചെയ്യാനുണ്ട്. സോ ലോങ് ടേം ഫണ്ട് കൂടുന്നത് ഓൾവേസ് ബെറ്റർ ആണ്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയിന്റ്. നമ്മൾ കൂടുതൽ ഫണ്ട് ലോങ് ടേം ഫണ്ടിൽ നിന്ന് റേസ് ചെയ്യുന്നതാണ് ബെറ്റർ. ലോങ് ടേം ഫണ്ട് കൂടുമ്പോൾ റിസ്ക് കുറയും ആൻഡ് ബിസിനസ് മോർ സ്റ്റേബിൾ ആവും. ബിസിനസ് മോർ സ്റ്റേബിൾ ആവും. ഓക്കെ, ക്ലിയർ ആണോ? ആൻഡ് നമ്മുടെ തേർഡ് കേസ് ഒന്ന് നോക്കാം. തേർഡ് കേസ് നോക്കുമ്പോൾ ഇവിടെ ലോങ് ടേം ഫണ്ട് കുറച്ചേ ഉള്ളൂ. ലോങ് ടേം ഫണ്ട് 1 lakh ബാക്കി 3 lakh ഷോർട്ട് ടേം ഫണ്ടാണ്. ഫിക്സ്ഡ് അസറ്റ് 2 lakh ആൻഡ് കറണ്ട് അസറ്റ് 2 lakh. നമുക്ക് ആവശ്യത്തിനുള്ള 4 lakh rupees ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യും എന്നാണ് നോക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ലോങ് ടേം ഫണ്ട് 1 lakh ആണ്. ഈ 1 lakh rupees നമ്മൾ ഫിക്സ്ഡ് അസറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇനി ഒരു 1 lakh rupees കൂടെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണു? ഷോർട്ട് ടേം ഫണ്ട് വെച്ച് കറണ്ട് അസറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെൻഡിങ് 1 lakh rupees ഉണ്ട്. ആ 1 lakh rupees നമ്മൾ മേലെ ഫിക്സ്ഡ് അസറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. കാര്യങ്ങളൊക്കെ നടന്നു. ഇനി ഇത് സിറ്റുവേഷൻ എങ്ങനെ വേഴ്സൺ ആവുമെന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഫിക്സ്ഡ് അസറ്റ് കുറച്ച് ടൈം എടുത്തേ പതുക്കെ ക്യാഷ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. ഈ ഫിക്സ്ഡ് അസറ്റ് 2 lakh വന്നത് എവിടെ നിന്നൊക്കെയാണ്? ലോങ് ടേം ഫണ്ട് പ്ലസ് ഷോർട്ട് ടേം ഫണ്ടിൽ നിന്നാണ്. ഓക്കെ, ആൻഡ് കറണ്ട് അസറ്റിലോട്ട് നമുക്ക് 2 ലക്ഷം രൂപ നമ്മൾ എവിടെ നിന്ന് തന്നെ കൊടുത്തു? ഷോർട്ട് ടേം ഫണ്ടിൽ നിന്ന് തന്നെ കൊടുത്തു. ഓക്കെ, ഈ കറണ്ട് അസറ്റ് 2 ലക്ഷം രൂപ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കാം. ഓക്കെ, ഈസിലി കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കാം. ഈ 2 lakh rupees നമ്മൾ ഷോർട്ട് ടേം ഫണ്ട് റീപേയ്മെന്റിന് യൂസ് ചെയ്യാം. പക്ഷേ 2 lakh rupees മാത്രമാണോ ഷോർട്ട് ടേം ഫണ്ടിലുള്ളത്? 3 lakh rupees ആയിരുന്നു. ഈ 3 lakhൽ 1 lakh ഇനിയും പെൻഡിങ് ആണ്. പക്ഷേ ഈ 1 lakh നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്? ഫിക്സ്ഡ് അസറ്റിലാണ് റിമൈനിങ് 1 lakh ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ 1 lakh ഉടനെ നമുക്ക് ഫിക്സ്ഡ് അസറ്റിൽ നിന്ന് തിരിച്ച് കിട്ടുമോ? കുറച്ച് സമയം എടുക്കില്ലേ ബെനിഫിറ്റ് കിട്ടാനായിട്ട്? സോ ഫിനാൻഷ്യൽ മാനേജർ ആകെ പെട്ട് നിൽക്കുകയാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഷോർട്ട് ടേം ഫണ്ട് തന്നവർ പൈസ ചോദിക്കുകയാണ്. അവർക്ക് പെട്ടെന്ന് പൈസ കിട്ടിയേ തീരൂ. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല, നമുക്ക് റീപേ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കൂടുതൽ ഫണ്ട് റേസ് ചെയ്തത് ഷോർട്ട് ടേം ഫണ്ടിൽ നിന്നാണ്. മനസ്സിലായോ? സോ ഷോർട്ട് ടേം ഫണ്ടിൽ നിന്ന് കൂടുതൽ ഫണ്ട് റേസ് ചെയ്താൽ ഒരു റിസ്കിയ സിറ്റുവേഷൻ ആണ്. നമ്മുടെ സിറ്റുവേഷൻ കുറച്ചും കൂടെ വേഴ്സൺ ചെയ്യും. കാരണം എന്താ? നമുക്ക് പൈസ അടയ്ക്കാൻ ഇപ്പൊ പറ്റില്ല. കാരണം
ഫിക്സ്ഡ് അസറ്റിൽ നിന്ന് പതുക്കെ നമുക്ക് ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? സോ സിറ്റുവേഷൻ നമ്പർ 3 ഇസ് എ ബിറ്റ് മോർ റിസ്കിയർ സിറ്റുവേഷൻ. ലോങ് ടേം ഫണ്ട് കുറഞ്ഞാൽ റിസ്കി സിറ്റുവേഷൻ ആണ്. റിസ്ക് ഇൻക്രീസസ് ആൻഡ് സ്റ്റെബിലിറ്റി ഡിക്രീസസ്. ഓക്കെ ആണോ? ഈ 3 കേസസിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? കൂടുതൽ ഫണ്ട് നമ്മൾ ലോങ് ടേം ഫണ്ടിൽ നിന്ന് റേസ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ ബിസിനസ്സിന് റിസ്ക് ഒക്കെ കുറവായിരിക്കും, ബിസിനസ് കുറച്ചും കൂടെ സോൾവെന്റ് ആയിരിക്കും, അവർക്ക് അവരുടെ ഒബ്ലിഗേഷൻ സ്മൂത്ത് ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യമാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി എപ്പോഴാണ് നമുക്ക് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുക? പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത് കറണ്ട് അസറ്റ് ഗ്രേറ്റർ ദാൻ കറണ്ട് ലയബിലിറ്റി ആയിരിക്കും. ആൻഡ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത് കറണ്ട് അസറ്റ് ലെസ് ദാൻ കറണ്ട് ലയബിലിറ്റി ആണ്. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മുടെ സെക്കൻഡ് സിനാരിയോ നമ്മൾ നോക്കുമ്പോൾ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണോ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണോ? പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ബിക്കോസ് നമ്മുടെ കറണ്ട് അസറ്റ് ഇസ് 2 lakh ആൻഡ് കറണ്ട് ലയബിലിറ്റി എത്രയുള്ളത്? 1 lakh ആണ്. സോ 1 lakh rupees ആണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. സെക്കൻഡ് സിനാരിയോയിൽ നമ്മുടെ ബെസ്റ്റ് സിറ്റുവേഷനിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവ് ആണ്. ആൻഡ് തേർഡ് സിനാരിയോയിൽ എന്താണ് സംഭവിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് 2 lakh ഉള്ളൂ ആൻഡ് കറണ്ട് ലയബിലിറ്റി 3 lakh rupees ആണ്. ദാറ്റ് ഇസ് നെഗറ്റീവ് 1 lakh. നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയ ദാറ്റ് മീൻസ് നമ്മൾ കൂടുതൽ ഫണ്ട് വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് മീനിങ് അല്ലേ? ഇവിടെ കൂടുതൽ ഫണ്ട് ലോങ് ടേം ഫണ്ട് നമ്മൾ എങ്ങോട്ടും കൂടി ഇൻവെസ്റ്റ് ചെയ്തു? വർക്കിംഗ് ക്യാപിറ്റലിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരും, വിച്ച് ഇസ് എ യൂസ് ഓഫ് ഫണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, വർക്കിംഗ് ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ യൂസ് ഓഫ് ഫണ്ട് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ യൂസ് ഓഫ് ഫണ്ട് ആണ്. ബിക്കോസ് ലോങ് ടേം ഫണ്ടിന്റെ ഔട്ട്ഫ്ലോ ആണ്. ലോങ് ടേം ഫണ്ട് നമ്മൾ കൂടുതൽ കറണ്ട് അസറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ലോങ് ടേം ഫണ്ടിന്റെ ഔട്ട്ഫ്ലോ ആണ് നമ്മൾ യൂസസ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ആൻഡ് ഇനി തേർഡ് കേസിൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെക്കാട്ടിലും കുറഞ്ഞു. അതിന് നമുക്ക് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ബിക്കോസ് നമ്മൾ ഫണ്ട് കൂടുതൽ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തോ, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തോ, വി ഡോണ്ട് ഹാവ് ഇനഫ് ലോങ് ടേം ഫണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇതൊരു ക്യാഷ് ഇൻഫ്ലോ പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ക്യാഷ് ഒന്നും തിരിച്ചിങ്ങോട്ട് വരുന്നില്ല, പക്ഷെ മേലെ കാണിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. സോ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നത് യൂസ് ഓഫ് ഫണ്ടും, വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്താൽ നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് എന്നാണ്. ഓക്കെ, ആക്ച്വലി ക്യാഷ് ഇൻഫ്ലോ ഒന്നും വന്നിട്ടില്ല, ബട്ട് ദെൻ നമ്മൾ നേരത്തെ സെക്കൻഡ് സിനാരിയോയുടെ ഒരു ഓപ്പോസിറ്റ്, ആ ഒരു എഫക്റ്റ് കട്ട് ഓഫ് ചെയ്യുന്ന പോലെയാണ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിനെ ഇൻഫ്ലോ എന്ന് കാണിച്ചത്. ഫസ്റ്റ് വൺ ഇസ് ഔട്ട്ഫ്ലോ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇൻഫ്ലോ. ക്ലിയർ ആണോ? അപ്പൊ സോഴ്സ് ഓഫ് ഫണ്ട് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സോഴ്സ് മീൻസ് ഏതൊക്കെ സോഴ്സസിൽ നിന്ന് നമ്മൾ ഫണ്ട് റേസ് ചെയ്തു, ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ ഫണ്ട് പോയി. ക്ലിയർ ആണോ? അപ്പൊ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് യൂസ് ഓഫ് ഫണ്ട് ആണ്, ക്യാഷ് ഔട്ട്ഫ്ലോ പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന് ഇൻഫ്ലോ പോലെ ദാറ്റ് ഇസ് സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ബ്രീഫ് ചെയ്യുമ്പം കൂടുതൽ ഫണ്ട് ലോങ് ടേം ഫണ്ടിൽ നിന്ന് റേസ് ചെയ്യുന്നതാണ് നല്ലത്. ലോങ് ടേം ഫണ്ടിൽ നിന്ന് കൂടുതൽ റേസ് ചെയ്താൽ ബിസിനസിന്റെ റിസ്ക് കുറവായിരിക്കും, ബിസിനസ്സിന് ഹൈ സ്റ്റെബിലിറ്റി ആയിരിക്കും,
ആൻഡ് ഓൾസോ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി പോസിറ്റീവ്. പോസിറ്റീവ് ആവുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ലോങ് ടേം ഫണ്ട് കൂടുതൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം, വിച്ച് ഇസ് എ ക്യാഷ് ഔട്ട്ഫ്ലോ, യൂസ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറയും. ആൻഡ് തേർഡ് സിനാരിയോ ഈസ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ കയ്യിൽ അഡിക്വേറ്റ് ലോങ് ടേം ഫണ്ട് ഇല്ല. കൂടുതൽ പൈസ നമ്മൾ എവിടെ നിന്ന് റേസ് ചെയ്യുന്നു? ഷോർട്ട് ടേം ഫണ്ടിൽ നിന്നാണ് റേസ് ചെയ്യുന്നത്, വിച്ച് ഇസ് എ വെരി ബാഡ് സിറ്റുവേഷൻ. ബിക്കോസ് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ല, നമുക്ക് റീപേയ്മെന്റ് നടത്താൻ പറ്റുന്നില്ല, ആകെ പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ബിസിനസ്സിന് റിസ്ക് കൂടുതലാണ്, സ്റ്റെബിലിറ്റി കുറവാണ്. ക്ലിയർ ആണോ? ഓക്കെ, റിസ്ക് കൂടുതലും സ്റ്റെബിലിറ്റി കുറവാണ്. ആൻഡ് ഇൻ ദ സിറ്റുവേഷൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ. ആക്ച്വൽ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ സെക്കൻഡ് സിറ്റുവേഷൻ്റെ ഒരു ഓപ്പോസിറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിനെ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് അങ്ങോട്ട് പോയി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ മെയിൻലി 2 സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയോ കുറഞ്ഞോ, പ്രീവിയസ് ഇയറിനെക്കാട്ടിലും വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയോ അതോ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞോ. വർക്കിംഗ് ക്യാപിറ്റൽ കൂടുവാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്? പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞാൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. പക്ഷേ ഈ വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റേറ്റ്മെന്റിൽ നമുക്കൊരു ഐഡിയ തരില്ല, എന്ത് കൂടിയോ കുറഞ്ഞോ എന്നുള്ള ഐഡിയ തരും. പക്ഷേ ഒരു റീസൺ പറഞ്ഞു തരില്ല, എന്തുകൊണ്ട് കൂടി അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറഞ്ഞു എന്നൊന്നും പറയില്ല. എത്ര കൂടി എത്ര കുറഞ്ഞു എന്ന് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അറിയാൻ പറ്റും. So prepared by comparing the current assets and current liability shows whether the working capital has increased or decreased but does not give the reason. And second one is fund flow statement. Fund flow statement simply കാണിക്കുന്നത് എവിടെ നിന്നൊക്കെ ഫണ്ട് വന്നു, that is sources of fund, and ഈ ഫണ്ട് എങ്ങോട്ട് പോയി, uses or application of fund. So fund flow statement നമ്മൾ കാണിക്കുന്നത് shows where the fund come from and where it went. A statement of sources and application of fund. Sources എന്ന് പറഞ്ഞ activities that generate fund and application എന്ന് പറഞ്ഞ activities that consume or involve spending of fund. ക്ലിയർ ആണല്ലോ? നമുക്കിനി പ്രോബ്ലം ചെയ്യുമ്പോഴത്തേനും എന്തൊക്കെയാണ് സോഴ്സസ് എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ എന്ന് അവിടെ ക്ലിയർ ആയിട്ട് പ്രോബ്ലത്തിൽ നിന്ന് പറഞ്ഞുതരാം. സോ നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇലസ്ട്രേഷൻ 11 ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്രം ദി ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഈ രണ്ട് അക്കൗണ്ട്സ് അല്ല 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ മെയിൻലി പ്രിപ്പയർ ചെയ്യുക. ഇത് കൂടാതെ നമ്മളൊരു ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അത് വർക്കിംഗ് നോട്ടായിട്ടാണ് ചെയ്യുന്നത്, കാണിച്ചു തരാം. നമുക്ക് നോക്കാം. അതിന് മുന്നേ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാം. നമുക്കറിയാം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. നമുക്കിവിടെ എന്തൊക്കെ കറണ്ട് അസറ്റും എന്തൊക്കെ കറണ്ട് ലയബിലിറ്റി ഉണ്ട് നോക്കാം. ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ആൻഡ് ഈ പ്രൊവിഷൻ ഫോർ ടാക്സ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നേരെ അഡ്ജസ്റ്റ്മെന്റിൽ നോക്കാം. ടാക്സ് റിലേറ്റഡ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നോക്കാം. യെസ്, ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. സോ ഈ പ്രൊവിഷൻ ഫോർ ടാക്സിനെ ഇപ്പം നമുക്കൊരു കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. ഇൻ കേസ് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷനെ നമ്മളൊരു കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. സെയിം കേസ് ആണ് പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡിനും. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എപ്പോ? അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയുന്നില്ലെങ്കിൽ. ഇൻ കേസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷന് കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. സോ ഇവിടെ നമുക്ക് 2 കറണ്ട് ലയബിലിറ്റീസ് ആണുള്ളത്, ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും. അടുത്തത് എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്. ഇത്രയല്ലേ കറണ്ട് അസറ്റ് ഉള്ളത്, ബാക്കിയെല്ലാം നോൺ കറണ്ട് അസറ്റ്സ് ആണ്. ക്ലിയർ? ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട്
നമുക്കൊരു വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. സോ A, calculation of changes in working capital. Current assets minus current liability ആണ്. സോ ആദ്യമേ നമുക്ക് കറണ്ട് അസറ്റ്സ് എല്ലാം കാണിക്കാം. ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2020 1,60,000 ആണ് ഡെപ്റ്റേഴ്സ്, 2 lakh 2021 77,000, 1,09,000. ജസ്റ്റ് കോപ്പി ഡൗൺ ചെയ്തിടുക. ഈ തന്നിരിക്കുന്ന എല്ലാ എമൗണ്ട്സും നമ്മുടെ പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും എമൗണ്ട് ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 2,82,000 കറണ്ട് അസറ്റ് ആയിട്ടും കിട്ടും, 3,57,000 കറണ്ട് ലയബിലിറ്റി ആയിട്ട് കിട്ടും. ഓക്കെ ആണോ? നെക്സ്റ്റ് 3,50,000 പ്രസന്റ് ഇയറിലെ കറണ്ട് അസറ്റ് ആയിട്ടും കിട്ടും. ഓക്കെ, ഇനി കറണ്ട് ലയബിലിറ്റീസ് നോക്കുമ്പോൾ നമുക്കറിയാം ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിളും ആണുള്ളത്. ക്രെഡിറ്റേഴ്സ് 55,000, 83,000, ബിൽസ് പേബിൾ 20,000, 60,000 ആൻഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 75,000, 99,000 കിട്ടും. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി, ദാറ്റ് ഇസ് 2,82,000 മൈനസ് 75,000 ചെയ്താൽ വിൽ ഗെറ്റ് 2,07,000. ക്ലിയർ ആണോ? ആൻഡ് ഇവിടെ 3,57,000 മൈനസ് 99,000 ചെയ്താൽ വിൽ ഗെറ്റ് us 2,58,000. ഓക്കെ, ദാറ്റ് ഇസ് വർക്കിംഗ് ക്യാപിറ്റൽ ഫ്രം കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ 2,07,000 വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് ആൻഡ് പ്രസന്റ് ഇയറിൽ 2,58,000 ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് പ്രീവിയസ് ഇയറിനെക്കാട്ടിലും വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. 2,58,000 മൈനസ് 2,07,000, 51,000 രൂപ, 51,000 റുപ്പീസ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ് വന്നത്. ക്ലിയർ? മനസ്സിലായല്ലോ? അടുത്ത നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ ആണ്. എവിടെ നിന്നൊക്കെ ഫണ്ട് വന്നു, ഫണ്ട് എങ്ങോട്ടേക്ക് പോയി, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ കുറച്ച് അക്കൗണ്ട്സ് വരയ്ക്കണം. ആൻഡ് ഓൾസോ എങ്ങനെ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കിട്ടി, എത്ര രൂപ നോർമൽ ബിസിനസ് ആക്ടിവിറ്റി, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നോർമൽ ബിസിനസ് ആക്ടിവിറ്റിയിൽ നമുക്ക് എന്തുമാത്രം ഫണ്ട് കിട്ടി, ഇതും കമ്പ്യൂട്ട് ചെയ്യണം. നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ടായിരിക്കും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ പല കാര്യം നമ്മൾ വിട്ടുപോകും. അപ്പം ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു തരുമ്പം എക്സ്പ്ലെയിൻ ചെയ്യും, ഏത് അക്കൗണ്ട് വരയ്ക്കണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരും. ആ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. Depreciation of rupees 10,000 and 20,000 have been charged on plants and lands and buildings respectively in 2022. ആദ്യം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വേണം ട്രീറ്റ് ചെയ്യാൻ. സോ നമ്മുടെ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് ഡിപ്രിസിയേഷനെ പറ്റിയാണ്. സോ 10,000ഉം 20,000ഉം ഡിപ്രിസിയേഷൻ ഉണ്ട്, പ്ലാന്റിലും ലാൻഡ് ആൻഡ് ബിൽഡിങ്സിലാണ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്ലാന്റ് അക്കൗണ്ടും ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ടും വരയ്ക്കണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെ വർക്കിംഗ് നോട്ടിന്റെ പാർട്ടാട്ടോ. ഒരു പ്ലാന്റ് അക്കൗണ്ടും വരയ്ക്കുന്നു, ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ടും വരയ്ക്കുന്നു. ഇനി പ്ലാന്റ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമുക്ക് നോക്കിയെടുത്താലോ. പ്ലാന്റ് അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് 80,000 ആൻഡ് ക്ലോസിംഗ് ബാലൻസ് 2 lakh. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് 2 lakhും 1,70,000 ആണ്. നമുക്കറിയാം ഫിക്സ്ഡ് അസറ്റിന് എന്ത് ബാലൻസ് ആണ്? ഒരു അസറ്റ് ആണ്. സോ ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഓപ്പണിംഗ് വിൽ ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്ലോസിംഗ് വിൽ ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. സോ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ബാലൻസ് ബ്രോട്ട് ഡൗൺ 2 lakhും ബാലൻസ് ക്യാരി ഡൗൺ 1,70,000 കാണിച്ചു. പ്ലാന്റ് അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് 80,000ഉം ക്ലോസിംഗ് ബാലൻസ് 2 lakhും കാണിച്ചു. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ ഡിപ്രിസിയേഷൻ ഉണ്ടെന്ന് പറയുന്നു. 10,000 and 20,000 ആണ് ഡിപ്രിസിയേഷൻ. 10,000 ഫോർ പ്ലാന്റ് ആൻഡ് 20,000 ഫോർ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഡിപ്രിസിയേഷൻ കാണിക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ഡിപ്രിസിയേഷൻ 20,000. നമുക്കറിയാം അസറ്റിന്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയാം. സോ അസറ്റിന്റെ വാല്യൂ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, കൂട്ടണമെങ്കിൽ ഡെബിറ്റിൽ കാണിക്കണം. അപ്പൊ ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ അസറ്റിന്റെ വാല്യൂ കുറയുവാണ്. സോ 20,000 നമ്മൾ ക്രെഡിറ്റിൽ കാണിച്ചു. ഇവിടെ ഡിപ്രിസിയേഷൻ 10,000 കാണിച്ചു. പ്ലാന്റിന് 10,000 രൂപയാണ് ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നത്. സോ അസറ്റിന്റെ വാല്യൂ കുറയണം. സോ ഡിപ്രിസിയേഷൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ഇനി അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാം. വേറെ
അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയുന്നില്ല. പെർച്ചേസിനെ പറ്റിയോ സെയിലിനെ പറ്റിയോ വേറെ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല, വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമുക്ക് പ്ലാന്റ് അക്കൗണ്ടും ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ടും ഒന്ന് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ 2 lakh ആൻഡ് ബാലൻസിങ് ഫിഗർ 2 lakh മൈനസ് 1,70,000 മൈനസ് 20,000, ബാലൻസിങ് ഫിഗർ 10,000 വന്നു. ഈ ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഇസ് സെയിലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ സെല്ല് ചെയ്തു, കുറച്ച് പൈസ നമുക്ക് വന്നു. ക്രെഡിറ്റിൽ വന്ന അസറ്റ് കുറഞ്ഞു എന്നല്ലേ? അസറ്റ് കുറയണമെങ്കിൽ നമുക്ക് സെയിൽ ഉണ്ടാവണം. സോ ബാലൻസിങ് ഫിഗർ ഇസ് ബാങ്ക്. നമുക്ക് അത്രയും പ്രൊസീഡ്സ് കിട്ടി. നമ്മളൊരു അസറ്റ് വിറ്റ് കഴിഞ്ഞപ്പോൾ, ലാൻഡ് വിറ്റപ്പോൾ നമുക്ക് കൂടുതൽ പൈസ കിട്ടുവാണ് ചെയ്തത്. ക്ലിയർ ആണോ? ഇനി പ്ലാന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ 2,10,000 ക്രെഡിറ്റ് സൈഡിലാണ് ഹയർ എമൗണ്ട് ആൻഡ് സോ ഡെബിറ്റ് സൈഡിലായിരിക്കും ബാലൻസിങ് ഫിഗർ വരാം. ദാറ്റ് ഇസ് 2,10,000 മൈനസ് 80,000, 1,30,000 ആണ് നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടിയത്. ബാലൻസിങ് ഫിഗർ ഡെബിറ്റിൽ വരുന്നു. ക്രെഡിറ്റിൽ വരുമ്പോൾ സെയിൽ ആണെങ്കിൽ ഡെബിറ്റിൽ വന്ന വിച്ച് മീൻസ് അസറ്റ് കൂടി. അസറ്റ് കൂടണമെങ്കിൽ നമ്മൾ പെർച്ചേസ് ചെയ്യണം, കുറച്ച് അസറ്റ് പെർച്ചേസ് ചെയ്യണം. അസറ്റ് പെർച്ചേസ് ചെയ്താൽ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ പോവാണ്. സെയിൽസ് നടത്തി. സെയിൽസ് നടത്തുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ വിച്ച് ഇസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. നമുക്ക് പൈസ കിട്ടിയാൽ ഇൻഫ്ലോ ആയിട്ടാണ്, സോഴ്സ് ആയിട്ടാണ് കാണിക്കേണ്ടത്. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് ഐറ്റം സെയിൽ പ്രൊസീഡ്സ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 10,000 ആൻഡ് പർച്ചേസ് ഓഫ് പ്ലാന്റ്. നമ്മൾ ആപ്ലിക്കേഷൻ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവല്ലേ, സോ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നു പർച്ചേസ് ഓഫ് പ്ലാന്റ് 1,30,000. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ടത് ഞാൻ പറഞ്ഞു. നമ്മൾ വർക്കിംഗ് നോട്ട്സിൽ നിന്ന് കമ്പ്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. നമ്മുടെ നോർമൽ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് എന്തുമാത്രം ഫണ്ട് നമുക്ക് കിട്ടി, അതാണ് നമ്മുടെ നെക്സ്റ്റ് തിങ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ ചെയ്തു പോകും, അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്കിവിടെ എന്താ ഉള്ളത്? നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. P&L തന്നിട്ടുണ്ട് 30,000 ആൻഡ് 48,000. നമ്മുടെ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് 48,000 ആണ്. സോ ഈ ഒരു ഇൻക്രീസ്, ഓക്കെ, ഈ 30,000 മൈനസ് 48,000 നമ്മൾ എന്ത് ചെയ്യണം? ഇത് യൂസ് ചെയ്ത് ഒരു P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലത്തിൽ അക്കൗണ്ട് ആണ് കാണിക്കുന്നത്, വേറൊരു പ്രോബ്ലത്തിൽ സ്റ്റേറ്റ്മെന്റ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഇഷ്ടമാണ് എന്ത് കാണിക്കണം എന്ന്. സോ പ്രോഫിറ്റിന് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ ഓപ്പണിംഗ് ബാലൻസ് 30,000 ഇവിടെ കാണിച്ചു ആൻഡ് ക്ലോസിംഗ് ബാലൻസ് 48,000 നമ്മൾ ഇവിടെ കാണിക്കുകയും ചെയ്തു. ഇല്ലെങ്കിൽ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരച്ച് കാണിക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയർ ആണ്. ഒന്നുമില്ല, current year profit 48,000 and previous year profit 30,000. So നമുക്ക് 18,000 ആണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്ന ഇൻക്രീസ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് വരുത്തണം. കാരണം ഈ നമ്മൾ P&L അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിനകത്ത് നോൺ ക്യാഷ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഇതെല്ലാം കുറയ്ക്കും. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്തിട്ടല്ലേ ഫൈനലി നെറ്റ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ നോർമൽ ബിസിനസ് ആക്ടിവിറ്റിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്? ഇല്ല. സോ എക്സ്പെൻസ് ആണെങ്കിൽ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണെങ്കിൽ അത് ആഡ് ബാക്കും ചെയ്യണം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യണം. ഒന്നും കൂടെ പറയാം, നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ്. സോ എന്തുമാത്രം പ്രോഫിറ്റ് കിട്ടി ആ ഒരു ഇൻക്രീസ് കാണിക്കുക. കറണ്ട് ഇയർ പ്രോഫിറ്റ് മൈനസ് പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 18,000 ആണ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഈ ഇൻക്രീസ് നമ്മൾ ഈ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നോൺ ക്യാഷ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നോൺ ക്യാഷ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ക്യാഷ് ശരിക്കും പോയിട്ടുണ്ടോ? ഇല്ല. ഡിപ്രിസിയേഷൻ, ഗുഡ് വിൽ റൈറ്റ് ഓഫ്, ഇവിടെ ഒന്നും ക്യാഷ് ആക്ച്വലി പോകുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ആക്ച്വൽ ഫണ്ട് ഫ്ലോ അറിയാൻ വേണ്ടിയിട്ട് ആഡ് ബാക്ക് ചെയ്യണം ഈ നോൺ ക്യാഷ് എക്സ്പെൻസസ്. അതുപോലെ നമ്മൾ ബിസിനസ് ഓപ്പറേഷനിൽ നിന്നുള്ള ഫണ്ട് അല്ലേ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ ആ കുറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെല്ലാം തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ കൂട്ടിയിരിക്കുന്ന ഓപ്പറേറ്റിംഗ് ഇൻകംസിനെ എല്ലാം
തിരിച്ച് ലെസ് ചെയ്യണം. ക്ലിയർ ആണോ? നമുക്കിവിടെ ഡിപ്രിസിയേഷൻ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് 20,000 and 10,000, 30,000 ആണ് ഡിപ്രിസിയേഷൻ. വി ഓൾ നോ ദാറ്റ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഈ നോൺ ക്യാഷ് എക്സ്പെൻസിനെ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം, എങ്കിലേ നമ്മൾ ആക്ച്വൽ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ എത്തുള്ളൂ. സോ ഡിപ്രിസിയേഷൻ കുറച്ച് ചെറുതായിട്ട് എഴുതാം, അല്ലെങ്കിൽ സ്ഥലം കിട്ടില്ല അവസാനം വരുമ്പം. ഡിപ്രിസിയേഷൻ 30,000 നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ഇസ് സെക്കൻഡ് അഡ്ജസ്റ്റ്മെന്റ്. Interim dividend of 20,000 has been paid in 2022. Interim dividend നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ദാ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അല്ലെ പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ് അല്ലെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് പെയ്ഡ് അല്ലെ ഇൻകം ടാക്സ് പെയ്ഡ് അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ ഒരു നോർമൽ കറന്റ് ലയബിലിറ്റി പോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. സോ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 42,000, 50,000 ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊരു അക്കൗണ്ട് വരയ്ക്കാം. ഫസ്റ്റ് നമ്മൾ അക്കൗണ്ട് വരയ്ക്കുന്നു. അക്കൗണ്ട് വരച്ചിരിക്കുമ്പോൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ അക്കൗണ്ട് ഓക്കെ ഇവിടെ ഇല്ല. ഓക്കെ ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോ. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്താൽ മതി. ഓക്കെ ശ്രദ്ധിച്ചിരിക്കാം. നമ്മുടെ ബിഗിനിങ് ഓഫ് ദി ഇയറിൽ 42,000 ഡിവിഡൻഡ് ഉണ്ട് ആൻഡ് എൻഡ് ഓഫ് ദി ഇയറിൽ 50,000 ഡിവിഡൻഡ് ഉണ്ട്. ഡിവിഡൻഡ് പ്രൊപ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇത്ര ഡിവിഡൻഡ് കൊടുക്കാം എന്ന് റെക്കമെൻഡ് ചെയ്യാണ്. ഇത്ര പൈസ കൊടുക്കാം എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യാണ്. ബിഗിനിങ്ങിലുള്ള റെക്കമെൻഡേഷനും തന്നിട്ടുണ്ട്, കറണ്ട് ഇയറിലുള്ള റെക്കമെൻഡേഷനും തന്നിട്ടുണ്ട്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നതും നമ്മുടെ അസംഷനും എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. നമ്മുടെ ബിഗിനിങ്ങിലുള്ള 42,000 നമ്മുടെ ബിഗിനിങ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, അതായത് ലാസ്റ്റ് ഇയറിൽ പ്രൊപ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിവിഡൻഡ് ആയിരിക്കും. ഈ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ കറണ്ട് ഇയറിൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ ബിഗിനിങ്ങിലുള്ള പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 42,000ന്റെ പേയ്മെന്റ് നമ്മൾ കറണ്ട് ഇയറിലാണ് നടത്തിയിട്ടുള്ളത്. സോ നമ്മൾ ആപ്ലിക്കേഷനിൽ 42,000 പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് പെയ്ഡ് കാണിക്കണം. മനസ്സിലായോ? ബിഗിനിങ്ങിലുള്ള പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ബിഗിനിങ്ങിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഡിവിഡൻഡിന്റെ പേയ്മെന്റ് കറണ്ട് ഇയറിലാണ് പോയിരിക്കുന്നത് എന്ന രീതിയിൽ കാണിച്ചു. ആൻഡ് സെക്കൻഡ് ഇയർ നമ്മുടെ കറണ്ട് ഇയറിലുള്ള ഡിവിഡൻഡ് 50,000 ഈ വർഷം നമ്മൾ പ്രൊപ്പോസ് ചെയ്തതാണ്. സോ ഇറ്റ് വിൽ ബി ഷോൺ ആസ് ആൻ എക്സ്പെൻസ് വൈൽ പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, പക്ഷെ ക്യാഷ് ആക്ച്വലി പോയിട്ടുണ്ടോ? നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ക്യാഷ് പോയിട്ടുണ്ടോ? ഇല്ല. സോ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കാം. ഈ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിനെ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. കണ്ടോ 50,000. സോ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 50,000 നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അഡ്ജസ്റ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഇന്ററിം ഡിവിഡൻഡ് ഓഫ് 20,000 ഹാസ് ബീൻ പെയ്ഡ് ഇൻ 2022. ഇൻ ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഇയറിന്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ് ആണ് ഇന്ററിം ഡിവിഡൻഡ്. ഔട്ട്ഫ്ലോ ആണ്. സോ ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കാം. 20,000 ഇന്ററിം ഡിവിഡൻഡ് പെയ്ഡ് 20,000 കാണിച്ചു. ആൻഡ് ഇന്ററിം ഡിവിഡൻഡ് കൊടുക്കുന്നത് നമുക്ക് ആക്ച്വലി ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണോ? അല്ല, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. സോ ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്താലേ ആക്ച്വൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. സോ ഇന്ററിം ഡിവിഡൻഡ് കൊടുത്തത് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാണ് 20,000. ക്ലിയർ ആണോ? ഒന്നുമില്ല, നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനറൽ അസംഷൻ എന്ന് പറയുന്നത് ബിഗിനിങ്ങിലുള്ള പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് കറണ്ട് ഇയറിലായിരിക്കും. ആൻഡ് ഈ വർഷം ദാറ്റ് ഇസ് 42,000 ആണ് ബിഗിനിങ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. ആ പേയ്മെന്റ് നമ്മൾ ഈ വർഷം കൊടുക്കുന്നു. ആൻഡ് ഈ വർഷം പ്രൊപ്പോസ് ചെയ്തത് P&L അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും.
ആ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇവിടെ തന്നിരിക്കുന്നത് ഇൻറ്ററം ഡിവിഡൻഡ് ആണ്. ഓക്കെ, നമ്മൾ ആനുവൽ ഡിവിഡൻഡ് പേയ്മെന്റ് അല്ല പറയുന്നത്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അക്കൗണ്ട് വരയ്ക്കാത്തത്. ഇവിടെ തന്നിരിക്കുന്നത് ഇൻറ്ററം ഡിവിഡൻഡ് ആണ്. ഈ ഇൻറ്ററം ഡിവിഡൻഡ് ഇൻ ബിറ്റ്വീൻ പേ ചെയ്യുന്നതാണ്. സോ അതും ഒരു ഔട്ട്ഫ്ലോ ആയിട്ട് നമ്മൾ കാണിച്ചു. ആൻഡ് ഇതൊരു നോൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയതുകൊണ്ട് പി ആൻഡ് എൽ ഇൻറ്ററം ഡിവിഡൻഡിന്റെ പേയ്മെന്റ് ആഡ് ബാക്ക് ചെയ്തു. ക്ലിയർ ആണല്ലോ? ആൻഡ് അവർ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇസ് ഇൻകം ടാക്സ് ഓഫ് ₹35,000 ഹാസ് ബീൻ പെയ്ഡ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്. സോ നമ്മൾ അക്കൗണ്ട് വരയ്ക്കാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ നോർമൽ ഒരു കറണ്ട് ലയബിലിറ്റി നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൽ കാണിച്ചാൽ മതി. ഓക്കെ, സോ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഓപ്പണിംഗ് ബാലൻസ് വിൽ ബി ക്രെഡിറ്റ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് വിൽ ബി ഡെബിറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 40,000 ക്ലോസിംഗ് ബാലൻസ് 50,000 കാണിച്ചു. ഇനി എത്രയാണ് ടാക്സ് പേ ചെയ്യുന്നത്? ടാക്സ് പേയ്മെന്റ് 35,000. അത്രയും ടാക്സ് കുറയല്ലേ? നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടാക്സിൽ നിന്ന് അത്രയും ടാക്സ് കുറയണം. സോ ഈ ഓപ്പണിംഗിൽ 40,000 കുറയണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് അല്ലേ ചെയ്യേണ്ടത്? നമുക്കറിയാം പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ക്രെഡിറ്റ് ബാലൻസ് ആണ്. കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ ബാങ്ക് 35,000 കുറഞ്ഞു. ഈ പേയ്മെന്റ് എവിടെ കാണിക്കണം? നമ്മുടെ ആപ്ലിക്കേഷനിൽ കാണിക്കണം. ടാക്സ് പെയ്ഡ് 35,000. ക്ലിയർ? ആൻഡ് ഓൾസോ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബാലൻസിങ് ഫിഗർ കിട്ടുന്നുണ്ട്. ദാറ്റ് ഇസ് പി ആൻഡ് എൽ 45,000 ബാലൻസിങ് ഫിഗർ കിട്ടുന്നുണ്ട്. ഈ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഇതാണ്, ഈ 45,000 ആണ് കറണ്ട് ഇയറിൽ നമ്മൾ പി ആൻഡ് എല്ലിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം നമ്മൾ പ്രൊവിഷൻ ആയിട്ട് കാണിച്ചിരിക്കുന്ന എമൗണ്ട് ആണ് 45,000. സോ പി ആൻഡ് എല്ലിൽ അത് കുറച്ചിട്ടുണ്ടാവും. ആക്ച്വൽ ക്യാഷ് ഫ്ലോ ഉണ്ടോ? ഇല്ല. നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആക്ച്വൽ ഔട്ട്ഫ്ലോ ഒന്നുമില്ല. സോ ഈ പ്രൊവിഷൻ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കാം. പ്രൊവിഷൻ ഫോർ ടാക്സേഷന്റെ എമൗണ്ട് 45,000. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിവിടെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കാണിച്ചു, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് കാണിച്ചു, ഇന്ററിം ഡിവിഡൻഡ് കാണിച്ചു ആൻഡ് ഡിപ്രിസിയേഷൻ കാണിച്ചു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് തിങ്, നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റും ഇവിടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ബാലൻസ് ഷീറ്റ് എടുത്ത് ഓരോ കമ്പോണൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. 2021 3 lakh ഉണ്ടായിരുന്നു ആൻഡ് 2022 ആയപ്പോൾ 4 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ആണ്. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ ആണ്, നമുക്ക് ഫണ്ട് കിട്ടാണ്. സോ സോഴ്സ് ആയിട്ട് കാണിക്കുന്നു. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 lakh. സെക്കൻഡ് ഐറ്റം ഇസ് 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,50,000 1 lakh കുറയുന്നു എന്ന് പറഞ്ഞാൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ഓക്കെ, നമ്മൾ പൈസ തിരികെ കൊടുത്ത് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാണ്. പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ദാറ്റ് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാണ്. സോ നമ്മൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ 50,000 rupees കാണിച്ചു. ബിക്കോസ് ഇവിടെ 1,50,000 1 lakh ആയിട്ട് കുറഞ്ഞു. സോ 50,000 രൂപ നമ്മൾ കൊടുത്തിട്ടായിരിക്കും റിഡീം ചെയ്യുക. സോ റിഡംഷൻ ഔട്ട്ഫ്ലോ ആപ്ലിക്കേഷൻ ആയിട്ട് കാണിച്ചു. സോ പി ആൻഡ് എല്ലിന്റെ എഫക്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്ന ഐറ്റം ആണ് ജനറൽ റിസർവ്. ജനറൽ റിസർവ് എന്ന് പറയുന്നത് 40,000 70,000 ഇൻക്രീസ് ചെയ്തു. അതായത് നമ്മുടെ പ്രോഫിറ്റ്, നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് പോർഷൻ ജനറൽ റിസർവിലോട്ട് മാറ്റി. ആക്ച്വലി ഔട്ട്ഫ്ലോ ഉണ്ടോ? നമ്മൾ ഈ ബാങ്കിൽ നിന്ന് ആ ബാങ്കിലോട്ട് പൈസ മാറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് ശരിക്കും പൈസ പോയോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കുക. സോ ജനറൽ റിസർവിന്റെ ഇൻക്രീസ് 30,000. ആ 30,000 നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. ജനറൽ റിസർവ് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. പ്ലസ് ചെയ്യാനുള്ളതല്ല, ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് കാണിക്കുകയാണ്. ജനറൽ റിസർവ് 30,000 കാണിച്ചു. ഇനി നെക്സ്റ്റ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്, സോ നമ്മൾ ലയബിലിറ്റി സൈഡ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അസറ്റ് സൈഡ്, ഗുഡ് വില് 1,15,000 90,000. ദാറ്റ് ഇസ് ഗുഡ് വില് റൈറ്റ് ഓഫ് ചെയ്തു. ഗുഡ് വില് റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഇസ് ഓൾസോ നോൺ ക്യാഷ്. നമ്മൾ അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ് വിൽ എന്നൊക്കെ പറയില്ലേ? ഗുഡ് വില്ലിന്റെ വാല്യൂ
കുറഞ്ഞു. സോ ആഡ് ബാക്ക് ചെയ്യുക. 1,15,000 മൈനസ് 90,000 ദാറ്റ് ഇസ് 25,000. 25,000 നമ്മൾ ഗുഡ് വില്ല് ആഡ് ബാക്ക് ചെയ്തു. നെക്സ്റ്റ് ഐറ്റം ഇസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ ട്രീറ്റ് ചെയ്തു, പ്ലാന്റ് നമ്മൾ ട്രീറ്റ് ചെയ്തു, ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി ആദ്യമേ നമ്മൾ ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ് നോക്കേണ്ടത്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, യെസ്, ഇവിടെ പ്രിഫറൻസ് ഡിവിഡൻഡ് ഒരു 1,50,000 8% കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ആൻ ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയെന്ന് പറയുന്നുണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,50,000 ആണ് നമുക്ക് ഓപ്പണിംഗ് ഉള്ളത്. ഈ 1,50,000 8% നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ 1,50,000 8% നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. സോ ഡിവിഡൻഡ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ദാറ്റ് ഇസ് 1,50,000 8% 12,000 പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ട്. ആൻഡ് ഓൾസോ ഈ 12,000 എവിടെയും കൂടെ നമ്മൾ കാണിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവല്ലേ, പൈസ പോവുമ്പോൾ നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ 12,000 കാണിക്കാം. ഇത് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും നെറ്റ് എഫക്ട് വിൽ ബി സെയിം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബെറ്റർ കാണിക്കുന്നതാണ്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ്സ് ഓൾസോ ട്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ കാണിച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ കാണിച്ചില്ലെങ്കിലും ഫൈനൽ ആൻസറിന് വലിയ എഫക്റ്റ് ഒന്നും വരത്തില്ല. കാരണം നമ്മൾ രണ്ട് സ്ഥലത്ത് സൈമൾട്ടേനിയസ്ലി കാണിക്കുന്നുണ്ട്. നെറ്റ് എഫക്ട് എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് നോക്കാം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എത്രയാണ്. 18,000 plus 30,000 plus 50,000 plus 20,000 plus 45,000 plus 30,000 plus 25,000 plus 12,000 ചെയ്യുമ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 2,30,000 കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഈ 80,000 എല്ലാ ഐറ്റംസും ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആക്ച്വൽ ബിസിനസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫണ്ട് എന്ന് പറയുന്നത് 2,30,000 ആണ്. ആ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ബിസിനസ്സിന് കിട്ടുന്ന ഫണ്ട് അല്ലേ. നോർമൽ സെയിൽസിൽ നിന്നും പർച്ചേസും എല്ലാം കഴിഞ്ഞ് ബിസിനസ്സിന് കിട്ടുന്ന ഫണ്ടാണ്. ദാറ്റ് ഇസ് ആൻ ഇൻഫ്ലോ ആൻഡ് വിൽ ബി ട്രീറ്റഡ് ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. 2,30,000 നമ്മൾ സോഴ്സ് ആയിട്ട് കാണിച്ചു. ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് എന്ന് പറയുന്നത് എന്തായിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് എൻ ഔട്ട്ഫ്ലോ, യൂസ് ഓഫ് ഫണ്ട് ആണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത് അല്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാണ്. ലോങ് ടേം ഫണ്ട് നമ്മൾ കറണ്ട് അസറ്റ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് മീനിങ്. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സോ അതിനെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസ് ഓഫ് ഫണ്ട് ആയിട്ടാണ് കാണിക്കുന്നത് 51,000. ഇത് നമ്മളൊന്ന് ടോട്ടൽ ചെയ്ത് കൊടുത്താൽ രണ്ട് സൈഡിൻ്റെയും ടോട്ടൽ വിൽ ബി സെയിം. സോ നമ്മുടെ സോഴ്സസും ആപ്ലിക്കേഷനും ടോട്ടൽ ചെയ്യുന്നു. നമ്മുടെ ഫൈനൽ ആൻസർ വിൽ ബി 3,40,000. ക്ലിയർ ആണോ? ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ? ഇത്ര തന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുള്ളൂ. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാറില്ല. നമുക്കൊരു പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യനും ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇലസ്ട്രേഷനും കൂടി ഉണ്ട്, അതുകൂടെ വർക്ക്ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇലസ്ട്രേഷൻ ദാറ്റ് ഈസ് ഇലസ്ട്രേഷൻ 12. കുറച്ച് വലിയ ഇലസ്ട്രേഷൻ ആണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും പഠിക്കണമല്ലോ. The following is the balance sheet of Gamma Limited for the year ending 31st March 2021 and 31st March 2022. ഓക്കെ, ക്യാപിറ്റൽ ലയബിലിറ്റി തന്നിട്ടുണ്ട്, അസറ്റ് തന്നിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അഡീഷണൽ ഇൻഫോർമേഷൻ. ഡ്യൂറിംഗ് ദ ഇയർ 2021-22 fixed assets with a net book value of 11,250 was sold for 9,000. ഓക്കെ, നമ്മുടെ ഫിക്സ്ഡ് അസറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 11,250 ആണ്. നമ്മൾ സെല്ല് ചെയ്തത് 9,000 രൂപയ്ക്കാണ്. ആൻഡ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 33,750 ആണ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് അറ്റ് പ്രസന്റ് നമുക്കുള്ളത്. പിന്നെ അഡ്ജസ്റ്റ്മെന്റിൽ അടുത്ത് എന്താ പറയുന്നത്? ഡ്യൂറിംഗ് ദ ഇയർ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റിംഗ് 90,000 വേ സോൾഡ് ആൻഡ് ഓൾസോ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റിംഗ് 90,000 വേ പർച്ചേസ്. പിന്നെ ഡിബെഞ്ചറിന്റെ റിട്ടയർമെന്റിനെ പറ്റി പറയുന്നു. ടാക്സ് ഉണ്ട്, ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്തു ആൻഡ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. ഇത്രയും ഡീറ്റെയിൽസ് ആണുള്ളത്. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാം. അതിന് നമുക്ക് കറണ്ട് അസറ്റും വേണം, കറണ്ട് ലയബിലിറ്റീസും വേണം. എന്തൊക്കെയാ കറണ്ട് ലയബിലിറ്റീസ് ഉള്ളത്? അക്രൂഡ് എക്സ്പെൻസ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്,
ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നുണ്ടോ? യെസ്, ഇൻകം ടാക്സ് പെയ്ഡ് തന്നിട്ടുണ്ട്. സോ നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എടുക്കണ്ട. പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അസംഷനും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ 2 കറന്റ് ലയബിലിറ്റി ആണുള്ളത്. ആൻഡ് കറന്റ് അസറ്റ് വരുന്നത് സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, മിസലീനിയസ് എക്സ്പെൻഡിച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസ് 21-ലെ ഡീറ്റെയിൽസും 22-ലെയും ഡീറ്റെയിൽസ് എടുക്കുന്നു. നമ്മൾ ടോട്ടൽ കറണ്ട് അസറ്റ്സ് രണ്ടിൻ്റെയും കമ്പ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് കറണ്ട് ലയബിലിറ്റി, അക്രൂഡ് എക്സ്പെൻസ്, ക്രെഡിറ്റേഴ്സ്. 2 എണ്ണാണുള്ളത്. സോ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് കിട്ടുന്നു. ഈ ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്ന് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. വർക്കിംഗ് ക്യാപിറ്റലിന് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 3,43,000 എന്താ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ. നോക്കാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2,25,000 പ്ലസ് 2,53,125 പ്ലസ് 45,000 പ്ലസ് 11,250 ഈസ് ഈക്വൽ ടു 5,34,375. ഇത് കറക്റ്റ് ആണ്. And current liability 11,250 plus 1,80,000 is equal to 1,91,250. അതും കഴിഞ്ഞു. And 2022 3,03,750 plus 2,75,625 plus 73,125 plus 13,500 is equal to 666,000 correct ആണ്. ആൻഡ് കറന്റ് ലയബിലിറ്റി 13,500 പ്ലസ് 2,81,250 ആൻസർ 2,94,750. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ഒന്ന് നോക്കാം. പ്രീവിയസ് ഇയറിൽ 5,34,375 മൈനസ് 1,91,250 is equal to 3,43,125. മേ ബി ഇത് തെറ്റായിരിക്കും. 6,666,000 മൈനസ് 2,94,750. ആൻസർ ഇസ് 3,71,250 കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ തെറ്റാണ്. സോ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നോക്കുമ്പോൾ 34,3125 മൈനസ് 3,71,250 is equal to 28,125 ആണ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നേരെ നമുക്ക് എഴുതാലോ. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ആണ്, ഔട്ട്ഫ്ലോ ആണ്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് നേരെ കൊണ്ട് എഴുതാം. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 28,125. എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. ഇനി ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യാം. അഡ്ജസ്റ്റ്മെന്റ് എടുക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഡ്യൂറിംഗ് ദി ഇയർ 2021 fixed asset with a net book value of 11,250 and accumulated depreciation 33,750 was sold for 9,000. നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷനും അസറ്റും സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മുടെ ഈ അസറ്റിൽ ഇത് ഒറിജിനൽ കോസ്റ്റ് ആണ്. ഓക്കെ, ഇതാണ് ഡിപ്രിസിയേഷൻ. ഓക്കെ, ഇവിടെ ബുക്ക് വാല്യൂ. ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഡിപ്രിസിയേഷൻ തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ളത് അഡ്ജസ്റ്റഡ് ആണ്. ഡിപ്രിസിയേഷനും കൂടെ കുറച്ചിട്ടുള്ള ബുക്ക് വാല്യൂ ആണ്. ക്ലിയർ ആണോ? നമുക്ക് സെപ്പറേറ്റ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഇല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഡിപ്രിസിയേഷൻ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഓൾറെഡി ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ സെപ്പറേറ്റ് ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫിക്സ്ഡ് അസറ്റ് ഒറിജിനൽ കോസ്റ്റ് ആണ്. അവിടെ ഡിപ്രിസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടില്ല. ഡിപ്രിസിയേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷനിലാണ് കാണിക്കുക. ക്ലിയർ ആണോ? സോ 11,25,000 എന്ന് പറഞ്ഞ ഒറിജിനൽ കോസ്റ്റും 13,50,000 എന്ന് പറഞ്ഞ ഒറിജിനൽ കോസ്റ്റുമാണ്. അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ ബുക്ക് വാല്യൂ ആണ് 9,10,68,750. ക്ലിയർ? ഒന്നുമില്ല, ഡിപ്രിസിയേഷൻ സെപ്പറേറ്റ് ചെയ്ത് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് തരുന്നില്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത് ബുക്ക് വാല്യൂ ആയിരിക്കും. ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷനും കൂടെ കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. അതേസമയം
ഇവിടെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഉള്ളതുകൊണ്ട് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ കുറയ്ക്കാത്ത ഒറിജിനൽ കോസ്റ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? നമുക്കപ്പോൾ അക്കൗണ്ട് വരയ്ക്കാം. 2 അക്കൗണ്ട് വരയ്ക്കണം. ഫിക്സ്ഡ് അസറ്റും വരയ്ക്കണം, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടും വരയ്ക്കണം. ഫിക്സ്ഡ് അസറ്റും നമ്മൾ വരയ്ക്കുക ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് വരയ്ക്കുക, ഓർ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയും. സോ ഫിക്സ്ഡ് അസറ്റ് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമുക്ക് എടുക്കാം. ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് 11,25,000 ആൻഡ് ക്ലോസിംഗ് ബാലൻസ് 13,50,000. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതുന്നു, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതുന്നു. ഇനി ഡ്യൂറിംഗ് ദ ഇയർ 21-22 fixed assets with a net book value of 11,250 was sold for 9,000. 9,000 രൂപയ്ക്ക് വിറ്റു. നമുക്ക് കിട്ടുന്ന പൈസ 9,000. ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ 9,000 കാണിക്കുന്നു. ആൻഡ് എത്രയാണ് ആക്ച്വൽ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്? നെറ്റ് ബുക്ക് വാല്യൂ 11,250 ആണ്. നമ്മൾ സെല്ല് ചെയ്യുന്നത് 9,000 റുപ്പീസിനാണ്. ദാറ്റ് ഇസ് നമ്മളൊരു ലോസിനാണ് വിൽക്കുന്നത്. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിപ്രിസിയേഷനും കൂടെ കുറച്ചിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് 11,250 ഉള്ളത്. 11,250 വാല്യൂ ഉള്ള ഒരു ആസറ്റ് നമ്മൾ 9,000 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 2,250 നമുക്ക് ലോസ് ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ടിൽ കാണിക്കാം. ബാങ്ക് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം പൈസ കിട്ടുന്നു? പൈസ ഇസ് 9,000 ആൻഡ് പി ആൻഡ് എല്ലിൽ 2,250. ആൻഡ് ഓൾസോ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട് ആ അസറ്റിന്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 33,750 ആണ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. സോ 33,750 ഇതാ ഇവിടെ പറയുന്നുണ്ട്. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഇസ് 33,750. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഓൾസോ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയാണ്. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 33,750. ആൻഡ് ഫൈനലി നമുക്ക് ബാലൻസ് ചെയ്ത് വരുമ്പോൾ ബാങ്ക് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വരിക. ഡെബിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വന്നാൽ പെർച്ചേസ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. സോ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഈ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കാണിക്കാനുണ്ട്? ലോസ് 2,250 ഉണ്ട്. ലോസ് ഫ്രം സെയിൽ നമ്മൾ എന്തായിട്ട് കാണിക്കണം? നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ആഡ് ബാക്ക് ചെയ്യണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലോസ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ആഡ് ബാക്ക് ചെയ്യണം. കണ്ടോ? ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് 2,250. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്രയുണ്ട്? നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് യെസ് 3,37,500, 2,25,000. നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ബാലൻസ് ആണ്. പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ നെഗറ്റീവ് ആയിട്ട് കാണിച്ചാൽ മതി. 3,37,500 മൈനസ് 2,25,000 ഇസ് ഈക്വൽ ടു 1,12,500. നെഗറ്റീവ് ആയിട്ട് കാണിച്ചാൽ മതി, കാരണം നമുക്ക് അത്രയും കുറയുവാണ് ചെയ്തത്. നോക്കൂ, ആദ്യമേ നമുക്ക് പി ആൻഡിൽ 3,37,500 ഉണ്ടായിരുന്നു. നമ്മുടെ കറണ്ട് ഇയർ ആയിരുന്നപ്പോൾ അത് 2,25,000 ആയിട്ട് കുറഞ്ഞു. നെഗറ്റീവ് ബാലൻസ് 1,12,500 എന്ന് കാണിച്ചാൽ മതി. ഇങ്ങനെ അക്കൗണ്ട് ആയിട്ട് വരച്ചില്ലെങ്കിലും 1,12,500 നെഗറ്റീവ് കാണിക്കാം. ആൻഡ് അതിനകത്തോട്ട് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആഡ് ബാക്ക് ചെയ്യണം. കാരണം ഇതൊരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിരുന്നു. എക്സ്പെൻസ് നമ്മൾ കുറച്ചിട്ടുണ്ടാവും. കുറച്ച് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്തു, നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടിയില്ലേ? ഈ ബാലൻസിങ് ഫിഗറിനെ നമ്മൾ 2,70,000 ആപ്ലിക്കേഷൻ ആയിട്ട് കാണിക്കണം. ആൻഡ് ഓൾസോ ഇൻഫ്ലോ സോഴ്സ് ആയിട്ട് 9,000 കാണിക്കുക. 2,70,000 പോയതുപോലെയും 2,70,000 യെസ് പോയതുപോലെയും 9,000 വന്നതുപോലെയും കാണിക്കുക. സെയിൽ ഓഫ് അസറ്റ് 9,000 ആൻഡ് പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് 2,70,000. ക്ലിയർ? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് വരയ്ക്കുക. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ബാലൻസ് ഷീറ്റിലുണ്ട്. ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. സോ ഓപ്പണിംഗ് 2,25,000, ക്ലോസിംഗ് 2,81,250. നമ്മൾ കുറച്ച് അസറ്റ് വിൽക്കണമെന്ന് പറഞ്ഞില്ലേ? ആ വിൽക്കുന്ന അസറ്റിന്റെ ഡിപ്രിസിയേഷൻ നമ്മൾ ക്യാൻസൽ ഓഫ് ചെയ്യണ്ടേ? ഈ അക്യുമുലേറ്റ് ചെയ്ത് ഓരോ വർഷത്തെയും ഡിപ്രിസിയേഷൻ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വെക്കുന്ന അക്കൗണ്ടാണ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഒരു അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ആ പോയ അസറ്റിന്റെ ഡിപ്രിസിയേഷൻ അതിനകത്ത് കാണാൻ പാടുണ്ടോ? ഇല്ല. സോ ആ അസറ്റിന്റെ ഡിപ്രിസിയേഷൻ നമ്മൾ ക്യാൻസൽ ഓഫ് ചെയ്യണം.
ക്യാൻസൽ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 33,750. നമ്മൾ വിൽക്കുന്ന അസറ്റിന് ഡിപ്രിസിയേഷൻ എവിടെയുണ്ട്? ഈ ഡിപ്രിസിയേഷൻ ഇങ്ങോട്ട് മാറ്റുന്നു. ക്രെഡിറ്റിലുള്ള ഒരു സാധനം ക്യാൻസൽ ഓഫ് ചെയ്യാൻ ഡെബിറ്റിൽ കാണിക്കുന്നു. ആൻഡ് ബാലൻസിങ് ഫിഗർ 90,000. അതാണ് കറണ്ട് ഇയറിലെ നമ്മുടെ ഈ വർഷത്തെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ, ഈ വർഷത്തെ കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ. ഇപ്പോൾ അസറ്റിന് ഈ വർഷം നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ ആണ് ഈ ബാലൻസിങ് ഫിഗർ 90,000. ഈ ഡിപ്രിസിയേഷൻ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. എവിടെ? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 90,000 ഡിപ്രിസിയേഷൻ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ആണ് കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. സെക്കൻഡ് അഡ്ജസ്റ്റ്മെന്റ്, ഡ്യൂറിംഗ് ദ ഇയർ 21-22 investment costing 90,000 were sold and also investment costing 90,000 were purchased. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും എത്രയാണ്? 2,02,500 ഉള്ള ഒരു അസറ്റ് ഓപ്പണിംഗിൽ ഉണ്ടായിരുന്നു, 2,02,500 തന്നെ ക്ലോസിംഗിലുണ്ട്. കാരണം 90,000 രൂപയ്ക്ക് നമ്മൾ വിൽക്കുകയും ചെയ്തു, 90,000 രൂപയ്ക്ക് പർച്ചേസും ചെയ്തു. സോ വേറെ എഫക്റ്റ് ഒന്നുമില്ല. നമ്മൾ ആപ്ലിക്കേഷനിലും സോഴ്സിലും കാണിക്കുക സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 1,01,250. സോറി, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നുണ്ടോ? 90,000 were sold and also investment costing 90,000 were purchased. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്, ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് തെറ്റിപ്പോയത്. നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അറ്റ് കോസ്റ്റ് 2,02,500 2,02,500 ആണ്. യെസ്, ദ തിങ് ഇസ്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ക്യാപിറ്റൽ റിസർവിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒരു 11,250 പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ റിസർവിലോട്ട് ഈ ഒരു പ്രോഫിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ 90,000 കോസ്റ്റിലുള്ള ഒരു അസറ്റ് വിൽച്ചപ്പോൾ 90,000 പ്ലസ് 11,250, ഈ 90,000 കോസ്റ്റിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെല്ല് ചെയ്തത് 11,250 പ്രോഫിറ്റിലാണ്. ആ പ്രോഫിറ്റിന്റെ ഡീറ്റെയിൽ ഇവിടെ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ റിസർവിലോട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സോ അതും കൂടെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഇതിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാട്ടോ, എല്ലാം ഒരു സ്റ്റെപ്പ് താഴോട്ടാക്കിയാൽ ശരിയാവും. ഓക്കെ, അലൈൻമെന്റ് പ്രശ്നമാണ്. എല്ലാം ഒരു പടി താഴോട്ട് വരുമ്പോൾ ശരിയാവും. ഇവിടെ ഒന്നുമില്ല ക്യാപിറ്റൽ റിസർവിൽ. ഇത് P&L വരേണ്ടതാണ് 1,12,500 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ആദ്യമേ പറഞ്ഞല്ലോ നെഗറ്റീവ് ബാലൻസ് ആണ് P&L വരുന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ. പക്ഷെ അത് ആക്ച്വലി നെഗറ്റീവ് ബാലൻസ് അല്ല, അത് ആ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണ്. അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പം 1,12,500 നെഗറ്റീവ് അല്ല, പോസിറ്റീവ് തന്നെയാണ്. ഞാൻ ആ ഒരു രണ്ട് എമൗണ്ട് കിടക്കുന്നത് എടുത്തത് കൊണ്ട് പറ്റിയതാണ്. നമുക്ക് ഇൻക്രീസ് തന്നെയാണ് വരുന്നത്. നമ്മുടെ കറണ്ട് ഇയറിൽ 2,25,000 പ്രീവിയസ് ഇയറിൽ 1,12,500 ആണ്. അങ്ങനെയാണ് 2,25,000 മൈനസ് 1,12,500. 1,12,500 പോസിറ്റീവ് തന്നെയാണ്, നെഗറ്റീവ് അല്ല. ശ്രദ്ധിക്കുക, പോസിറ്റീവ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ വന്ന അലൈൻമെന്റ് മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതാണ്. എല്ലാം ഒരു പടി താഴത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ 2,25,000 ആണ്, 1,12,500 ആണ് P&L ഇവിടെ വരേണ്ടത്, 1,12,500. ആൻഡ് ഇവിടെ 2,25,000. ദാറ്റ് ഇസ് ആൻ ഇൻക്രീസ്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കാണിക്കുമ്പോൾ 90,000 പ്ലസ് പ്രോഫിറ്റ് 11,250 പ്രോഫിറ്റും കൂടെ ആഡ് ഓൺ ചെയ്യാം. സോ നമുക്ക് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 101,250 എന്ന് കിട്ടും. ആൻഡ് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 90,000 എന്ന് കിട്ടും. ഇനി ഈ പ്രോഫിറ്റ് നമ്മൾ P&L അഡ്ജസ്റ്റ് ചെയ്യണോ, ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യണോ? വേണ്ട, കാരണം അത് ക്യാപിറ്റൽ റിസർവിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. സോ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അതിന്റെ എഫക്റ്റ് ഒന്നും കാണിക്കണ്ട. ക്ലിയർ ആണോ?
ക്യാപിറ്റൽ റിസർവിലോട്ടാണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കാണിച്ചിരിക്കുന്നത്. സോ നമ്മൾ അത് അവിടെ കാണിക്കേണ്ട, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല. പകരം എവിടെയൊക്കെ തന്നെ കാണിച്ചാൽ മതി. ഒന്നും ചെയ്യേണ്ട, ക്യാപിറ്റൽ റിസർവിലോട്ട് മാറ്റാൻ നമുക്ക് വേറെ എഫക്റ്റ് ഒന്നും വരുന്നില്ല. ഓക്കെ, അതും കഴിഞ്ഞു. ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡിബെഞ്ചർ വെയർ റിട്ടയർഡ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. ഡിബെഞ്ചർ നമ്മൾ ഫേസ് വാല്യൂലല്ല റിട്ടയർ ചെയ്തത്, ഒരു 10% എക്സസ് കൊടുത്താണ് നമ്മൾ റിട്ടയർ ചെയ്തത്. അധികം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. ഓക്കെ, അപ്പൊ ഡിബെഞ്ചറിനെ പറ്റി ഇവിടെ ഇൻഫർമേഷൻ എന്താ തന്നിരിക്കുന്നത്? ഡിബെഞ്ചർ 3,37,500 ആട്ടോ. ഈ എമൗണ്ട് താഴോട്ട് വരണം. ഡിബെഞ്ചർ 3,37,500 ആൻഡ് 2,25,000. സോ അതിന്റെ ഡിഫറൻസ് 3,37,500 മൈനസ് 2,25,000 ഇസ് ഈക്വൽ ടു 1,12,500 ആണ് നമുക്ക് ഡിബെഞ്ചർ റിഡീം ചെയ്യുമ്പോൾ ഔട്ട്ഫ്ലോ വന്നത്. അത് നോർമൽ ഫേസ് വാല്യൂ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് എന്തുണ്ട്? പ്രീമിയം എന്ന് പറയുന്നുണ്ട്. 1,12,500ന്റെ 10% കൂടെ കൂട്ടിയാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്. സോ അതിന്റെ 10%, ദാറ്റ് ഇസ് 11,250 എക്സസ് ആയിട്ട് പേ ചെയ്യണം. സോ അതും കൂടെ നമ്മൾ പേയ്മെന്റ് ആയിട്ട് കാണിക്കുക. 11,250. ക്ലിയർ അല്ലേ? നമ്മൾ ഫേസ് വാല്യൂലല്ല റിഡീം ചെയ്തത്, 10% കൂട്ടി പ്രീമിയത്തിലാണ് റിഡീം ചെയ്തത്. അപ്പൊ നമ്മൾ 1,12,500 കാണിച്ചാൽ പോരാ. നമ്മൾ എപ്പോഴും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടിരിക്കുന്നത് ഫേസ് വാല്യൂ ആയിരിക്കും. ബാലൻസ് ഷീറ്റിൽ പ്രീമിയമിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല, ഫേസ് വാല്യൂ ആയിരിക്കും തരാം. സോ ആ ഡിഫറൻസ് ഫേസ് വാല്യൂ ആയിരിക്കും. സോ ആ ഡിഫറൻസിന്റെ 10% കൂടെ കൂട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. സോ പ്രീമിയം 11,250 കൂടെ നമ്മുടെ ഔട്ട്ഫ്ലോ ആണ്, ആപ്ലിക്കേഷൻ ആണ്. ക്ലിയർ അല്ലേ? ഈ റിഡംഷൻ നമ്മൾ എവിടെ കാണിക്കണം? നമ്മുടെ P&L അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ 11,250 ആഡ് ബാക്ക് ചെയ്യണം. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നെക്സ്റ്റ്, ടാക്സ് ഓഫ് 61,875 വാസ് പെയ്ഡ് ഫോർ 2020 and 21. അറിയാലോ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ കാണിക്കുക, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റിൽ കാണിക്കുക. ഇൻകം ടാക്സ് പെയ്ഡ് 61,875 ആണ്. ആൻഡ് ബാലൻസിങ് ഫിഗർ 68,625 ആയിരിക്കും. ഈ വർഷത്തെ പ്രൊവിഷൻ നമ്മൾ ടാക്സിന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ വർഷത്തെ പ്രൊവിഷൻ P&L നമ്മൾ മാറ്റണം. ദാറ്റ് ഇസ് 68,625. ആഡ് ബാക്ക് ചെയ്യുക. ഓൾറെഡി ലെസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. ഇൻകം ടാക്സ് എത്രയാണ് കറണ്ട് ഇയറിൽ പേ ചെയ്തിരിക്കുന്നത്? 61,875. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 61,875. അത് ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് കാണിക്കുക. ഫർദർ ഇൻഫർമേഷൻ, ഫർദർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ്, ഡ്യൂറിംഗ് ദി ഇയർ 2021-22 bad debt of 15,750 were written off against the provision for doubtful debts. നമ്മൾ ഒന്നും ചെയ്യേണ്ട ഈ അഡ്ജസ്റ്റ്മെന്റ്. കാരണം നമ്മൾ ഡെറ്റേഴ്സ് ഓൾറെഡി എവിടെ കാണിച്ചിട്ടുണ്ട്? വർക്കിംഗ് ക്യാപിറ്റലിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ ബാലൻസ് ഷീറ്റിൽ നോക്കുമ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് നെറ്റ് ഓഫ് പ്രൊവിഷൻ ആണ്. പ്രൊവിഷനും കൂടെ കുറച്ചതിന് ശേഷമാണ് ഈ ഡെറ്റേഴ്സ്. അപ്പോൾ ഓൾറെഡി അഡ്ജസ്റ്റ്മെന്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ വേറെ എവിടെയും കാണിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? അടുത്ത സ്റ്റെപ്പ്, ദ പ്രൊപ്പോസ് ഡിവിഡൻഡ് ഫോർ 2020-21 വാസ് പെയ്ഡ് ഇൻ 2021-22. നമ്മൾ ഓൾറെഡി പഠിച്ചു. നമ്മുടെ പ്രീവിയസ് ഇയറിൽ നമ്മൾ പ്രൊപ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിവിഡൻഡ് കറണ്ട് ഇയറിലായിരിക്കും പേ ചെയ്യുക. കറണ്ട് ഇയറിലെ ഡിവിഡൻഡ് P&L അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 1,80,000 ആണ് പ്രീവിയസ് ഇയറിൽ. അത് നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടോ? ആപ്ലിക്കേഷനിൽ കാണിക്കുക. ഡിവിഡൻഡ് പെയ്ഡ് 1,80,000 അല്ലല്ലോ, 33,750 ആണ്. ഓക്കെ, യെസ്, 33,750 ആട്ടോ. പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ് താഴോട്ട് പോകുമ്പോൾ 33,750 ആണ്. ജസ്റ്റ് അലൈൻമെന്റിന്റെ പ്രശ്നം ഒന്ന് സൂക്ഷിച്ചാൽ മതി. 33,750 ആണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, നമ്മൾ ഈ വർഷം പേ ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ്. ആൻഡ് മറ്റേ പോർഷൻ കറണ്ട് ഇയറിലെ പോർഷൻ ഇസ് proposed dividend portion is 2,38,250. ആ 38,250 നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക. പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ് 38,250. ക്ലിയർ അല്ലേ? എല്ലാ അഡ്ജസ്റ്റ്മെന്റും അപ്പം നമ്മൾ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുക, ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഫസ്റ്റ് ഐറ്റം ഇസ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ കറണ്ട് ഇയർ നെക്സ്റ്റ് ഇയറിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 6,75,000 മൈനസ് 7,87,500 ചെയ്യാം. ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണ്. ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ
നമുക്ക് സോഴ്സ് ആണ്, ഫണ്ട് കൂടി ഇൻഫ്ലോ ആയിട്ട് കാണിക്കുന്നു. നെക്സ്റ്റ് എന്താ, ജനറൽ റിസർവ് ഉണ്ട്. ജനറൽ റിസർവ് ഞാൻ ഓൾറെഡി എക്സ്പ്ലനേഷൻ തന്നു. ജനറൽ റിസർവ് എന്താണ്, P&L നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഒരു പോർഷൻ മാറ്റി വെക്കുകയാണ്. ജനറൽ റിസർവ് ആക്ച്വലി പൈസയൊന്നും പോയിട്ടില്ല. സോ ജനറൽ റിസർവിന്റെ എമൗണ്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ. അതും കഴിഞ്ഞു. ക്യാപിറ്റൽ റിസർവ് നോക്കി, P&L നോക്കി, ഡിബെഞ്ചർ, അക്രൂഡ് എക്സ്പെൻസ്, ബാക്കി എല്ലാ കാര്യവും നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അസറ്റിൽ ഫിക്സ്ഡ് അസറ്റ് ഉണ്ട് നോക്കി, നെറ്റ് ഫിക്സ്ഡ് അസറ്റ് എല്ലാം കഴിഞ്ഞു. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ശ്രദ്ധിക്കുക, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ആ പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവിലോട്ടാണ് പോയത്. സോ അതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ റെസിപ്റ്റ് ആയിട്ട് നമ്മുടെ ഇൻഫ്ലോ ആയിട്ട് കാണിക്കാൻ പാടുള്ളൂ. സ്റ്റോക്ക്, ഡെറ്റസ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസ് എല്ലാം കാണിച്ചു. റിമൈനിങ് ഒരു ഐറ്റേ ഉള്ളൂ, ദാറ്റ് ഇസ് മിസലേനിയസ് എക്സ്പെൻഡിച്ചർ. മിസലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്. ഓക്കെ, നമുക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് റിട്ടേൺ ഒറ്റയടിക്ക് കിട്ടില്ല. പതുക്കെ പതുക്കെ ഓരോ വർഷമായിട്ടായിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഒരു പോർഷൻ എല്ലാ വർഷവും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കും. സോ മിസലേനിയസ് എക്സ്പെൻഡിച്ചർ 16,875 11,250 ആയിട്ടുണ്ട്. സോ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, അത് P&L അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക. സോ ആഡ് ബാക്ക് ചെയ്യുന്നു 5,625. എല്ലാം കഴിയുമ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 3,84,750 കിട്ടുന്നു. ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷനെ സോഴ്സസിലോട്ട് കാണിക്കുന്നു. ബാക്കി എല്ലാ കാര്യവും ആപ്ലിക്കേഷൻ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആപ്ലിക്കേഷൻ ആണ്, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ഫൈനലി നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ 6,07,500 കിട്ടും. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ, ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടോ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കണം, ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം, അതോ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്ലാസ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഒരു വർക്ക്ഔട്ട് സെഷൻ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, വിൽ ഡു ദാറ്റ്. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആണെന്ന് എക്സ്പെക്ട് ചെയ്യാണ്.